നേരെ താഴെ അങ്ങ് എഴുതുക. പോയിന്റ് നേരെ വരണം. 0.7, 0.77, 0.75 ഇതിങ്ങനെ താഴെ എഴുതിയിട്ട് ഇവിടെ പോയിന്റ് കഴിഞ്ഞ് ഏറ്റവും കൂടുതൽ 4 അക്കമാണ്. അതുകൊണ്ട് പറ്റാത്തടത്ത് നമുക്ക് വെറുതെ അങ്ങ് 0 ഇട്ട് കൊടുത്താൽ ഇവിടെ 2 ആയതുകൊണ്ട് 2 0 ഇട്ട് കൊടുക്കുക. ഇവിടെ 1 ആയതുകൊണ്ട് 3 0 ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. 7 7 7 14 ശിഷ്ടം 1 7 3 21 22 ശിഷ്ടം 2 7 4 28 2 30 0 ശിഷ്ടം 3 ഈ 0 എല്ലാം താഴെ എഴുതുക. ഇവിടെ പോയിന്റ് കഴിഞ്ഞ് 4 സ്ഥാനമല്ലേ ഉള്ളത്. പറ്റാത്തടത്ത് വെറുതെ 0 ഇട്ട് കൊടുത്താൽ മതി. ഇത് കഴിഞ്ഞിട്ട് 0 ഇട്ടാൽ വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇനി അതുപോലെ ഇവിടെ നമുക്ക് 1 പ്ലസ് ഇവിടെ 1/10 എന്ന് പറയാൻ 0.1 പ്ലസ് 1/100 എന്ന് പറയാൻ 0.01 ഇവിടെ 0 ഇട്ടാലും വിലയ്ക്ക് വ്യത്യാസം വരത്തില്ല. 1/1000 എന്ന് പറയാൻ 0.001 താഴെ എഴുതി കൂട്ടുക. 1 0.1 0.01 0.001 ഇവിടെ വെറും 1 നമുക്ക് 1.0 എന്ന് കൊടുക്കാം. അപ്പോൾ 1.0 ഇവിടെ 3 സ്ഥാനം ഉണ്ടായതുകൊണ്ട് ബാക്കിയുള്ളിടത്തെല്ലാം അങ്ങ് 0 അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ വിലയ്ക്ക് വ്യത്യാസമൊന്നും വരത്തില്ല. വെറുതെ നമുക്ക് അങ്ങ് കൂട്ടിയാൽ മതി. 1 1.111 വരും. ഓപ്ഷൻ സി ആണ് ഉത്തരം. ഇത് വെറുതെ ഇപ്പം 1നെ നമുക്ക് 1 എന്ന് തന്നെ എഴുതാം. 1നെ നമുക്ക് 1.0 എന്ന് കൊടുക്കാം. പിന്നെ 1/10 എന്ന് പറഞ്ഞാൽ 0.1 1/100 എന്ന് പറഞ്ഞാൽ 0.01 2 സ്ഥാനം മറ്റേടത്തോട്ട് മാറ്റി കൊടുത്തിട്ട് 1/1000 എന്ന് പറഞ്ഞാൽ പോയിന്റ് കഴിഞ്ഞ് 3 സ്ഥാനം 0.01 ഇവിടെ നമുക്ക് വെറും ഒന്നും ഇല്ലാത്തതിന് നമുക്ക് 0 പോയിന്റ് എന്ന് കൊടുക്കാം. എന്നിട്ട് അങ്ങ് കൂട്ടിയാൽ മതി. 1 പോയിന്റ് ഇവിടെ വേണേൽ 0 ഇട്ട് കൊടുക്കാം. സൗകര്യത്തിന് വിലയ്ക്ക് വ്യത്യാസമൊന്നും വരത്തില്ല. 1.111 അതായത് ഓപ്ഷൻ സി ആണ്.